വെച്ചാൽ ഞങ്ങളുടെ സൂര്യകാന്തിയൊക്കെ ഞങ്ങൾ ഈ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുണ്ട്, ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അല്ലേ. ഇതൊക്കെ വിരിയാൻ ബാക്കി നിൽക്കുക, കാത്തു നിൽക്കുക, നാളെ മറ്റന്നാളായിട്ട്. പിന്നെ അത് അതിൻ്റെ സൈഡിലൊക്കെ ഇതാക്കണ്ട കുഞ്ഞു കുഞ്ഞു മൊട്ട് ഓരോരോ കോർണറിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ ഇവിടെ ഇവനാണ് ഏറ്റവും വലിയ മൊട്ട് താഴെയുള്ളത്. ടോപ്പിലുള്ള ആൾ വിരിയാൻ തുടങ്ങി. ഓക്കെ, നമുക്ക് സമയം കളയാം. അതെ, നമുക്ക് ഇന്നെന്താണ് അച്ഛാ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്? ഞാനൊരു നല്ല ഫെർട്ടിലൈസർ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ പോവാണ്. വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്, ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഇതിലില്ല. പഞ്ചസാര നമ്മുടെ വീട്ടിലുണ്ടാവും, കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിലുണ്ടാവും. ഈസ്റ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈസ്റ്റ് ഇല്ലെങ്കിൽ തൈര് ഉപയോഗിക്കാം. ഇങ്ങനെ ഈ 3 ഐറ്റമാണ്. പിന്നെ 4ാമത്തെ ഒന്നുള്ളത് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ ഐറ്റംസാണ്. ഒരു മഗ് ഞാൻ ഇത് അതായത് ഒരു 500 ml കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്, അതായത് പഞ്ചസാര. നമുക്ക് ശർക്കര ഉപയോഗിക്കാം. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര, പഞ്ചസാര ഇല്ലെങ്കിൽ നമുക്ക് അതുമാതിരി ഈസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് തൈര്. ഫെർമെൻറ്റേഷൻ നടന്നാൽ മതി. അപ്പം ഞാൻ ഒന്നും കൂടി ഇൻഫോം ചെയ്യാം. തൈര് ഉപയോഗിക്കാം, പഞ്ചസാര ഇല്ലെങ്കിൽ നമുക്ക് ശർക്കര ഉപയോഗിക്കാം കേട്ടോ. ഇത് രണ്ടിനും പകരം പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കാം, ഈസ്റ്റിന് പകരം വേണമെങ്കിൽ തൈര് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ എക്സ്ട്രാ ഉള്ളതൊന്ന് കഞ്ഞിവെള്ളമാണ്, അത് വീട്ടിൽ ഇഷ്ടം പോലെ കേട്ടോ. അപ്പോൾ ഈ 3 ഐറ്റം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനെ ബക്കറ്റിലോട്ട് മാറ്റുന്നു, മിക്സ് ചെയ്യാൻ പോകും കേട്ടോ. അതിൽ ഞാൻ 2 ടീസ്പൂൺ മാറ്റി വെച്ച പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈസ്റ്റ് ഒരു നുള്ളിട്ടാൽ മതിയേ, ചെറിയൊരു ഈ ക്യാപ്പിന് ഒരു 1/2 ക്യാപ്പ് ഇട്ടാൽ മതി, അതിൻ്റെ ക്യാപ്പിന് കേട്ടോ. ഇത് മതി. ഓക്കെ, അപ്പോൾ ഞാനിത് 3 മിക്സ് ചെയ്തു. ഇതിനോടൊപ്പം കുറച്ച് വെള്ളവും, ഒരു 1/2 ലിറ്റർ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ നടക്കും. ഓക്കെ, ആഡ് ചെയ്തു. ഇപ്പോൾ മൊത്തം ഇപ്പോൾ ഇതിലൊരു 1 ലിറ്റർ വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ 1.5 ലിറ്റർ വെള്ളം ഉണ്ടാവും ഹാർഡ്ലി. എല്ലാം കൂടി എല്ലാം കൂടി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് 1:3 ഇത് എത്രയുണ്ടോ അതിൻ്റെ 3 മടങ്ങ് വെള്ളം ആഡ് ചെയ്തിട്ട് വേണം ചെടികളുടെ താഴെ. ഇത് 2 or 3 days, 2 അല്ലെങ്കിൽ 3 ദിവസം. 2 ദിവസം മിനിമം വെക്കണം. 3 ദിവസം ആവും. 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ശരി, ഇതിൻ്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഉപകാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് ഈസി ആയിട്ട് കിട്ടുന്ന അവൈലബിൾ ആണ് വീട്ടിൽ. വേറെ പുറത്തൊന്നും ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഒന്ന് കഞ്ഞിവെള്ളത്തിൽ കാർബോഹൈഡ്രേറ്റ് വളരെ ഉള്ളതാണ്. അതിൻ്റെ കുറേ മിനറൽസ് ഉണ്ട്. നമ്മൾക്ക് അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് ഒക്കെ പലതും ഉണ്ട്, ചെടികൾക്ക് ആവശ്യമായതാണ് എല്ലാം തന്നെ കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇത് ശർക്കരയിലും നമ്മുടെ പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ പഞ്ചസാരയിലുമുണ്ട്, ഈസ്റ്റിലുണ്ട്. നല്ല ബാക്ടീരിയനെ ഇവർ പ്രദാനം ചെയ്യുന്നുണ്ട് കേട്ടോ. പോയി കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇത് കാര്യം സംഭവം ഡൈല്യൂട്ട് ചെയ്യണം. വീണ്ടും ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഇതേ റേഷ്യോയിൽ നമ്മൾ കയറിയാണെങ്കിൽ ഒഴിച്ചേക്കരുത്. അത് ഡാർക്ക് റൂമിൽ വെക്കണം. അതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറയും. ഇതിനൊന്നുമില്ല. ഇത് നമ്മൾ മാറ്റി വെച്ചാൽ മതി, അടച്ചു വെക്കണം. ഒരു അടപ്പെടുത്ത് സ്മെല്ലൊന്നും കാണില്ല. 2 or 3 days ഒന്നും വലിയ സ്മെല്ല് കാണില്ല കേട്ടോ. അത് അടച്ചു മതി, അത് മാറ്റി വയ്ക്കണം. ഇവനെ ഒരു 2 or 3 days ഞാൻ മാറ്റി വയ്ക്കും. എന്നിട്ട് ഞാൻ ചെടികളുടെ താഴെ കൊടുക്കുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ഇതൊക്കെ കേട്ടോ. സൂര്യകാന്തി എല്ലാവരും പോയിട്ടു. ഈ സൂര്യകാന്തി പിന്നെ എന്താ വെച്ചാൽ സൂര്യനനുസരിച്ച് ദിശ മാറുന്നുണ്ട്. രാവിലെ സൂര്യൻ ഉദിച്ചാൽ കിഴക്ക് ഭാഗത്തേക്കായിരിക്കും, പടിഞ്ഞാറ് ഭാഗത്തേക്ക് സൂര്യൻ പോകുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകും. അങ്ങനെ ഡയറക്ഷൻ ഉണ്ട്. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ സെന്റർ ഭാഗം മൊത്തം ഇങ്ങനെ കറുത്ത് വരും. കാരണം വിത്തൊക്കെ ആയിട്ട് ഒരു മാസമൊക്കെ കിട്ടൂലേ പൂവ്? ഒന്നല്ല, ഇനി അതിന്റെ സീഡ്സ് ആവാൻ കുറേ സമയം പിടിക്കും. അത് നമ്മൾ ടൈം ടു ടൈം അവർക്ക് കാണിച്ചു കൊടുക്കും വ്യൂവേഴ്സിന് കേട്ടോ. വീഡിയോസിൽ സ്റ്റെപ്പിന്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും വിരിയുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിരിയുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരം വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇത് എടുത്ത് വെച്ചാലോ? ഓക്കെ, ശരി. ഇതിവിടെ എടുത്ത് വെക്കാം. ഇവിടെ സൈഡിലേക്ക് വെച്ചോളൂ. നമ്മുടെ മറ്റേ സാധനം ഉണ്ട്, NPK ഉണ്ട്. അതൊന്ന് മിക്സ് ചെയ്തോളൂ. ഇന്നലെ ഞാൻ ഇളക്കിയിരുന്നു.
ആണല്ലേ? ഇതിപ്പോൾ 2 ദിവസമായിട്ടല്ലേ ഉള്ളൂ, 2 ആഴ്ച വെക്കണത്. ഓക്കെ. ആ അതാണ്. അപ്പോഴേക്ക് ആൾക്ക് ഇതൊക്കെ ഇതായിരിക്കും. അതേക്കെ കണ്ടോ ടോപ്പിൽ? അത് വരും. ഏത് അത് നമ്മളത് ടൊബാക്കോ ജ്യൂസ് കേട്ടോ, പുകയില കഷായം. ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓക്കെ.